അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഇന്ന് റബീഉൽ അവ്വൽ 12. എല്ലായിടങ്ങളിലും മൗലിദ് ആഘോഷവും മൗലിദ് ഓതലും മറ്റു പരിപാടികളും സജീവമായി നടന്നു കഴിഞ്ഞു, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ആരാണ് മുത്തുനബി എന്ന് ചോദിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ എല്ലാമാണ്. നബിയെ കഴിച്ചിട്ടാണ് നമുക്കെല്ലാം. മഹാന്മാരായ സ്വഹാബത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ചോട് ചേർത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ സ്നേഹത്തിനെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതിനിടക്ക് നമ്മുടെ ഒന്നുമല്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ റസൂലുള്ള ഇല്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷാമിലേക്ക് യാത്രയായി. കാലങ്ങൾ കഴിഞ്ഞു, അവിടെ തന്നെ ദുഃഖം സഹിക്കാതെ കഴിച്ചുകൂട്ടി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? റസൂലുള്ളാഹിയാണ് കാണുന്നത്. റസൂൽ ചോദിക്കുന്നു ബിലാലിനോട്, ബിലാലെ, എന്നെ കാണാൻ വരുന്നില്ലേ എന്ന്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഈ ചോദ്യം വല്ലാതെ മനസ്സിൽ തട്ടി. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് മദീനയിലേക്ക് തിരിച്ചു വന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു റൗദ ശരീഫ് സന്ദർശിച്ചു. മദീനയിൽ ഉണ്ടെന്ന് വിവരമറിഞ്ഞപ്പോൾ പലരും വന്ന് കണ്ടു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവർ രണ്ടുപേരും പറഞ്ഞു, ബിലാലെ, നിങ്ങൾ ബാങ്ക് വിളിക്കണം. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുകയാണ്. ബാങ്ക് വിളിച്ച് തുടങ്ങി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നെത്തിയപ്പോ മഹാനായ പ്രവാചകരുടെ പേര് പറയുന്ന ബാങ്കിലെ ആ വരി എത്തിയപ്പോൾ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പൊട്ടിക്കരഞ്ഞു, തളർന്നു വീണു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. പിന്നെ ബാങ്ക് അങ്ങോട്ട് തുടർത്താൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം. ഇങ്ങനെ ഒരുപാട് മഹാന്മാരായ സ്വഹാബികളുടെ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ മഹബത്ത് വെക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഒന്നും ഒരംശം പോലും നമുക്കായിട്ടില്ലെങ്കിലും ഒരല്പമെങ്കിലും അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.